ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള പ്രശ്നം ഊതിപ്പെരുപ്പിച്ച് വലിയ എന്തോ സംഭവമാക്കി ഗീതുവിനെ ഭ്രാന്തിയാക്കി അറക്കൽ തറവാട്ടിൽ നിന്നും പുറത്താക്കാമെന്നായിരുന്നു രാധികയുടെ വ്യാമോഹം. പക്ഷേ താൻ ആ പടികൾ ചവിട്ടി ഇറങ്ങില്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനവുമായി നിൽക്കുന്ന നമ്മുടെ ഗീതു പട പൊരുതാൻ തന്നെ തീരുമാനിക്കുന്നു. ഈ സമയത്ത് മേഡവുമായി സംസാരിക്കുന്നതിലൂടെ ഗീതുവിന് ഗോവിന്ദനോട് ഇഷ്ടമുണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ മേഡം എത്തുമ്പോൾ ഗീതുവിനോട് ഗോവിന്ദനെ പ്രണയിച്ച് തുടങ്ങാനായിട്ട് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രണയിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗീതു. പിന്നീട് ഗീതുവിൻ്റെ സമയദോഷമെന്ന് പറയാലോ, രാധിക പറഞ്ഞു പിടിപ്പിച്ചതുപോലെ തന്നെ ഗീതുവിന് ഭ്രാന്താണെന്ന രീതിയിൽ അവിടെയുള്ളവരൊക്കെ ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാഞ്ചന പറഞ്ഞു ഗീതുവിന് ഭ്രാന്താണെന്നുള്ള രീതിയിൽ കാഞ്ചന വരുത്തി തീർക്കുക ചെയ്യുന്നത്. അങ്ങനെ കാഞ്ചനയുടെ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതുവിനാകെ വിഷമം. അതായത് രാധിക പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അത് സത്യമായി വരികയാണല്ലോ എന്നുള്ളൊരിതിൽ. പക്ഷേ അപ്പോഴും ഇപ്പോഴും ഗീതുവിന് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മുടെ രേഖയാണ്. അപ്പോൾ രേഖ ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് ഗീതുവിനോട് ഒരു പേടിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല, ഗീതുവിനൊരു കുഴപ്പമില്ല തുടങ്ങിയ രീതിയിലൊക്കെ പറയുമ്പോൾ സത്യമായിട്ടും ഗീതു പാപ്പായ്ക്ക് കുഴപ്പമൊന്നും ഇല്ലേ എന്ന് നമ്മുടെ കാഞ്ചന ചോദിക്കുന്നു. അപ്പോൾ ഗീതുവിന് ഒരു കുഴപ്പമില്ലെന്ന് വീണ്ടും ആവർത്തിച്ച് നമ്മുടെ രേഖ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന രാധികയ്ക്ക് സന്തോഷമാവുകയാണ്. രാധിക പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളൊരു രീതിയിലായി ഗീതുവിനെ നോക്കുന്നത്. നിന്നെ ഞാൻ അടിച്ചിറക്കുവടി എന്നുള്ളൊരു രീതിയിൽ. അപ്പോഴേക്ക് രേഖ ഗീതുവിന് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് പുള്ളിക്കാരി കേട്ടല്ലോ. ഇത് കേട്ടിട്ടാണ് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ രേഖയ്ക്ക് എന്തറിയാം? ഗീതുവിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഗീതു ആരാണെന്നോ അല്ലെങ്കിൽ ഗീതുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ മാനസികാവസ്ഥ എന്താണെന്നോ അറിയാതെ നീ ഒരിക്കലും ഗീതുവിന് സപ്പോർട്ട് നിൽക്കരുതെന്നും അത് ഗീതുവിനോട് ചെയ്യുന്ന ഒരു അപരാധമായി മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഗീതു ഭ്രാന്തിയാണ്, ഗീതുവിനെ ചികിത്സിക്കണം എന്നുള്ളതാണ്. അപ്പം ഗീതു ഭ്രാന്തിയാണെന്ന് തനിക്കൊരിക്കലും തോന്നിയിട്ടില്ലെന്നുള്ള രീതിയിൽ രാധിക പറയുമ്പോൾ അതിനിപ്പം നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഗീതുവിൻ്റെ അസുഖം അത് ഗീതുവിന് എത്രത്തോളം വലുതായി നിൽക്കുന്നു എന്നുള്ളത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ നിനക്കത് മനസ്സിലാകാത്തത് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. അപ്പം ഗീതുവിനൊരു കുഴപ്പമില്ല എന്ന് ആ ഒരു വാക്കുകൊണ്ട് തന്നെ നമ്മുടെ രേഖ ഉറച്ചു നിൽക്കുന്ന സമയത്ത് രാധികാമ്മ എന്നെ ഒരുപാട് അങ്ങ് രോഗിയാക്കാനൊന്നും ശ്രമിക്കണ്ട. ഞാൻ എന്തായാലും ഈ വീടിന് പുറത്ത് പോകേണ്ടവളാണ്, സമ്മതിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്, അതുപോലെ തന്നെ അതിനെ കഷ്ടപ്പെടാൻ വഴികളും ഉണ്ട്. അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് ജീവിക്കാം. രാധികാമ്മ അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ രാധികാമ്മയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു കഴിഞ്ഞാൽ രാധികാമ്മ എന്ത് ചെയ്യും? രാധികാമ്മ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഗീതു ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരി ഒരു നോട്ടം അങ്ങ് നോക്കി. അപ്പോൾ ഗീതു നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു രേഖച്ചോടും കൂടിയും ഞാനീ പറഞ്ഞത്. നമ്മുടെ അമ്മായിയമ്മ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ അമ്മായിയമ്മ എങ്ങനെ ജീവിക്കും? രേഖേച്ചി ഒരു നിമിഷമെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പിഴച്ചു പോകാം. അല്ലെങ്കിലേ ജീവിതം പെരുവഴിയിലെത്തുന്നത് ആരുടെയാണെന്ന് നമുക്ക് കാണാം. പിന്നെ ഗീതുവിനെ തോൽപ്പിച്ച് ഗീതുവിനെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചവരൊക്കെ വെറുതെ അങ്ങ് ദിവാസ്വപ്നം കാണത്തേ ഉള്ളൂ. ഗീതു ഒരിക്കലും തോറ്റു പോകാനല്ല ഈ കളിക്ക് ഇറങ്ങിയതെന്നും പറഞ്ഞു. അങ്ങനെ ഗീതു രാധികയുടെ മനസ്സിലേക്ക് തീക്കനലുകൾ കോരിയിട്ടങ്ങ് പോവുക. ഗീതു അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും രാധിക നിന്ന് ആലോചിക്കാൻ തുടങ്ങി. ഇവള് വിഷമായിക്കൊണ്ടിരിക്കുകയാണ്, കാളകൂട വിഷത്തേക്കാളും വലിയ വിഷമായിട്ട് ഇരിക്കുന്നു. ഇവളെ ഇനി ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല, ഇവളെ ഇവിടെ നിന്ന് ഇറക്കണം. അതാണ് രാധികയുടെ ലക്ഷ്യം. അങ്ങനെ രാധിക ആ ഒരു രീതിയിലേക്ക് ചിന്തകളും കാര്യങ്ങളും കൊണ്ടുവരിക. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യപ്പേട്ടൻ വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയ കുഞ്ഞെന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഗീതുവിനെ പറ്റി ആലോചിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഗീതു കുഞ്ഞിനെ ഇവിടെ നിന്ന് ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞു വിടാനല്ലേ കുഞ്ഞിൻ്റെ താല്പര്യം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം. പിന്നെ എന്തിനാ കുഞ്ഞ് അവളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ അവളെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അയ്യപ്പേട്ട എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ഗീതു യാദൃശികമായിട്ട് അതുവഴി വന്നു. ഗീതു ഇവരുടെ സംസാരം കേൾക്കാനുള്ള ഇടയായി. അപ്പം ഗീതു വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഇവരുടെ സംസാരം കേട്ട് ഗീതു വേഗം തന്നെ അങ്ങോട്ട് മാറി നിന്നോട്ട് ഇവരെന്താണ് പറയുന്നത് എന്നറിയാനായിട്ട്. അങ്ങനെ ഗീതു നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ കുഞ്ഞെ, ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് നിന്നോട് ചോദിക്കട്ടെ. എന്താ അയ്യപ്പേട്ടാന്ന് ചോദിച്ചപ്പം ഗീതു കിഷോറിനെ സഹായിക്കാൻ വേണ്ടി നിന്നെ ചതിക്കുകയാണെന്നും അതിനുവേണ്ടി ഗീതു ഒരുക്കിയ കെണികളാണ് ഇതെന്നൊക്കെ രാധികാമ്മയും മറ്റുള്ളവരൊക്കെ പറഞ്ഞല്ലോ, നീയും അത് വിശ്വസിച്ചല്ലോ. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യപ്പേട്ട അതിലൊരു സത്യമില്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ പറയാം. അപ്പം അത് ഗീതു കേൾക്കുന്നുണ്ടേ. അതിലൊരു സത്യമില്ല എന്ന് പറഞ്ഞു. ഗീതു ഒരിക്കലും
കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല. അവൾക്കൊരിക്കലും എന്നെ ചതിക്കാൻ കഴിയില്ല. എന്നെ ചതിച്ചുകൊണ്ട് അവളെ വഞ്ചിച്ച കിഷോറിനെ അവൾ ഒരിക്കലും സഹായിക്കില്ല. അതെനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ കുഞ്ഞെ നീ അവളെ ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചു. അവളിപ്പോൾ ചെയ്യുന്നത് സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന് സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കളയേണ്ട ഒരു ജീവിതമല്ല അവളുടേത്. അവൾക്ക് അവളുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അവൾക്ക് അവളുടേതായ മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ കിടന്ന് നരകിക്കുന്നതിനേക്കാൾ ഭേദം അവളുടെ ലക്ഷ്യങ്ങൾ കൈയടക്കി നേരെ ഉന്നതിയിലേക്ക് പോകുന്നതല്ലേന്ന് ചോദിച്ചു. അതിന് എൻ്റെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് ഡിവോഴ്സ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ ഈ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ തന്നെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദ് സാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതെന്ന് ഗീതു തിരിച്ചറിയുന്നു. അപ്പോൾ തന്നെ വെറുക്കുന്നു എന്ന് പറയുന്ന ഗോവിന്ദൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സ്നേഹം അത് തിരിച്ചറിഞ്ഞ നമ്മുടെ ഗീതു ഒത്തിരി പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ താനുണ്ടെന്നുള്ള തിരിച്ചറിവിലും ഗീതു വന്ന് എത്തി നിൽക്കുവാണ്. അപ്പോൾ ഗീതുവിനോട് ആത്മാർത്ഥമായ സ്നേഹം കുഞ്ഞിന് ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളെ വെറുക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല ഇല്ല എന്ന് ഗോവിന്ദൻ അന്നേരത്തേക്ക് അയ്യപ്പേട്ടനോട് പറയുക. അവൾ എവിടെയായിരുന്നാലും സുരക്ഷിതമായി നല്ല നിലയിൽ ജീവിച്ചാൽ മതിയെന്നും എനിക്കത് കാണുന്നതാണ് താല്പര്യമെന്നും എൻ്റെ കൂടെ ജീവിച്ച് അവളുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവൾ ഇവിടെ നിന്ന് പോയാലും അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. മാത്രമല്ല അവളെ പഠിപ്പിക്കാനും അവൾക്ക് സ്പോൺസറായി നിന്നുകൊണ്ട് അവളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അതുപോലെ തന്നെ ആ ഒരു റിയാലിറ്റി ഷോയിൽ കിട്ടിയ 1 കോടി രൂപ അത് അവൾക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ നിന്ന് ഒരു ചില്ലി പൈസ പോലും നഷ്ടപ്പെടുത്തി കളയാതെ അത് അവൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാൻ അവൾക്ക് മാത്രമേ കഴിയുന്ന രീതിയിൽ അത് റെഡിയാക്കൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടനും ഭയങ്കരമായിട്ട് വിഷമവും സന്തോഷവും സങ്കടവും എന്തൊക്കെയോ ഒരു വികാരങ്ങൾ. കാരണം ഗോവിന്ദൻ ഈ പറഞ്ഞതെല്ലാം ഗീതുവിനോടുള്ള യഥാർത്ഥ ആത്മാർത്ഥമായ പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഇതൊക്കെയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ തുടർന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളായിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഗോവിന്ദേട്ടനും ഗീതുവിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ അതെല്ലാം വലിയ പ്രശ്നങ്ങളാണല്ലോ എന്നുള്ള ഒരു ചിന്ത അതുമായിട്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ താൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ ഗോവിന്ദനെ വിട്ടു പോകില്ല എന്ന് ഗീതു ഈ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ഒരു സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഇനി ഭ്രാന്തിയെങ്കിൽ ഭ്രാന്തി ആ രീതിയിലൊക്കെ അഭിനയിച്ച് തകർത്ത് രാധികയെ ചന്നം പിന്നം വലിച്ചു കീറാനും ഒക്കെ നമ്മുടെ ഗീതു തയ്യാറെടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനോട് കൂടിയാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. താങ്ക്